ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉണ്ണികൃഷ്ണൻ. സ്റ്റോക്ക് ഇൻവെസ്റ്റർ UK എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ചെറിയൊരു കഫും കോൾഡും ഒക്കെ ഉള്ള കാരണം ശബ്ദം അത്ര ക്ലിയർ അല്ല, അപ്പോൾ ക്ഷമിക്കുക. നിഫ്റ്റി FNO എക്സ്പയറി ദിനമായ വ്യാഴാഴ്ച 24,700 മുകളിലാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ അതൊരു ടെക്നിക്കൽ FNO ഷോർട്ട് കവറിംഗ് റാലി ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അന്ന് പെർഫോം ചെയ്ത സ്റ്റോക്കുകളിൽ അധികവും ലാർജ് ക്യാപ് സ്റ്റോക്കുകളായിരുന്നു. മിഡ് ക്യാപ്പുകളും സ്മോൾ ക്യാപ്പുകളും ഒന്നും അന്ന് കാര്യമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനടുത്ത ദിവസമായ ഫ്രൈഡേ എന്താണ്ടായേ? ഫ്രൈഡേ മിഡ് ക്യാപ്പുകളും സ്മോൾ ക്യാപ്പുകളും ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. നിഫ്റ്റി ആകട്ടെ ഒരു 30 പോയിന്റിന്റെ ചെറിയൊരു ഡിപ്പിലാണ് ക്ലോസ് ചെയ്തത്. അതിന്റെ കാരണം എന്തായിരുന്നു? അന്ന് ഫ്രൈഡേ RBIയുടെ മോണിറ്ററി പോളിസി വന്നിരുന്നു. ഇപ്പൊ മോണിറ്ററി പോളിസി ഒക്കെ ഏകദേശം എക്സ്പെക്ടഡ് ലൈൻസിലായിരുന്നു. പക്ഷെ അതിൽ ഒരു 50 ബേസിസ് പോയിന്റ് CRR കട്ട് RBI ഗവർണർ കൊണ്ടുവന്നിരുന്നു. അതുകൂടാതെ അദ്ദേഹത്തിന്റെ എന്താ പറയുക, ടോണും ഒക്കെ കുറച്ച് ഒരു ഡോവിഷ് ടോൺ ആയിരുന്നു. അതായത് കുറച്ച് പോസിറ്റീവ്, ഒരുപാട് പോസിറ്റീവ് ഫാക്ടേഴ്സ് പോളിസിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത് റിഫ്ലക്റ്റ് ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു വരും ദിനങ്ങളിൽ ഈ പോളിസിയുടെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ വിപണിയിൽ കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫ്രൈഡേ നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള ഒട്ടനവധി സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അതിൽ ആദ്യത്തെ സ്റ്റോക്കാണ് ഗബ്രിയേൽ ഇന്ത്യ കുറച്ച് ദിവസങ്ങളായിട്ട് സൈഡ് വേസിലായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യമായിട്ടുള്ള പെർഫോമൻസ് ഒന്നും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ സ്റ്റോക്ക് വെള്ളിയാഴ്ച 10% അടുത്തടുത്ത് റാലി രേഖപ്പെടുത്തിയിരുന്നു. അടുത്ത സ്റ്റോക്ക് തിലക് നഗർ ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് ഫ്രൈഡേ 9% റാലി രേഖപ്പെടുത്തി. മൂന്നാമത്തെ സ്റ്റോക്ക് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഒരു ചെറിയൊരു ബൗൺസ് ഒക്കെ ചെയ്തതിനു ശേഷം കുറച്ചൊന്ന് താഴേക്ക് വന്നിട്ട് അത് വീണ്ടും ഒരു 7% റാലി രേഖപ്പെടുത്തി ഫ്രൈഡേ. പിന്നെ മെറീൻ ഇലക്ട്രിക്കൽ 4% റാലി രേഖപ്പെടുത്തി. അതുകൂടാതെ ഗോദാവരി പവർ ആൻഡ് ഇസ്പാത്ത് കുറച്ച് ദിവസങ്ങളായിട്ട് അനങ്ങാതെ കിടക്കായിരുന്നു, കുറച്ച് മാസങ്ങളായിട്ട്. അത് ഫ്രൈഡേ 4% റാലി രേഖപ്പെടുത്തി. ഇനി നമ്മുടെ ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തെന്ന് നോക്കാം. ഓൾ ടൈം ഹൈ അല്ലെങ്കിൽ 52 വീക്ക് ഹൈ 980 പറഞ്ഞ CDSL എന്ന സ്റ്റോക്ക് 1899 രൂപ വരെ പോവുകയുണ്ടായി. പിന്നീട് 1440 രൂപയ്ക്ക് പറഞ്ഞ കാപ്ലിൻ പോയിന്റ് ഫാർമസ്യൂട്ടിക്കൽസ് 2490 ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തു. 140 രൂപയ്ക്ക് പറഞ്ഞ എവറസ്റ്റ് കാൻഡോ സിലിണ്ടേഴ്സ് 230 ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തു. 3900 പറഞ്ഞ ഏത് സ്റ്റോക്കാണ്? ഗർവാരെ ടെക്നിക്കൽ ഫൈബേഴ്സ് 4920 ഓൾ ടൈം ഹൈറ്റ് ചെയ്തു. 530 രൂപയ്ക്ക് പറഞ്ഞ ഇന്ത്യൻ ഹോട്ടൽസ് 831 വരെ പോവുകയുണ്ടായി. 280 രൂപയ്ക്ക് പറഞ്ഞ തിലക് നഗർ ഇൻഡസ്ട്രീസ് 444 ഓൾ ടൈം ഹൈറ്റ് ചെയ്തു. പിന്നെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സ്റ്റോക്കുകളൊക്കെ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് മാർക്കറ്റ് ഓൾ ടൈം ഹൈയിൽ നിൽക്കുമ്പോഴല്ല. നേരെ മറിച്ച് മാർക്കറ്റ് നിഫ്റ്റി ഏകദേശം 1600 പോയിന്റ് ഓൾ ടൈം ഹൈയിൽ നിന്ന് താഴെ നിൽക്കുമ്പോഴാണ്. അപ്പോൾ ഈ സ്റ്റോക്കുകളൊക്കെ ഔട്ട് പെർഫോമിംഗ് സ്റ്റോക്കുകളാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടെ പറയുന്നത് വഴി എൻ്റെ അച്ചീവ്മെന്റ് ബൂസ്റ്റ് ചെയ്യുക എന്ന ഉദ്ദേശം മാത്രമല്ല ഉള്ളത്, ഇതൊരു ട്രാക്കിംഗ് കൂടി ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. അഡ്വാൻസ് എൻസൈംസ്, ഹിന്ദുസ്ഥാൻ കമ്പോസിറ്റ്സ്, GE ഷിപ്പിംഗ്, ഫിനോടെക്സ് കെമിക്കൽസ്, ഈ സ്റ്റോക്കുകളൊക്കെ ഏകദേശം 10% മുതൽ 15% വരെ താഴെയാണ് നമ്മൾ വാച്ച് ലിസ്റ്റിലേക്ക് ഇട്ടതിന് ശേഷം ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ കാരണം എന്താ പറഞ്ഞാൽ, അവരുടെ സെക്കൻഡ് ക്വാർട്ടർ റിസൾട്ട് മോശമായിരുന്ന കാരണമാണ് ഈ സ്റ്റോക്കുകളൊക്കെ താഴെയുള്ളത്. അപ്പോൾ അത് കാരണം അത് ഈ മാർക്കറ്റ് ബൗൺസ് ചെയ്തിട്ട് ഈ സ്റ്റോക്കുകളൊന്നും ബൗൺസ് ചെയ്യാതിരിക്കാനുള്ള കാരണം അവരുടെ സെക്കൻഡ് ക്വാർട്ടർ റിസൾട്ട് ആണ്. അപ്പോൾ കുറച്ച് ഹോൾഡ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ സ്റ്റോക്കുകളിലൊക്കെ ഒരു നല്ലൊരു പെർഫോമൻസ് കാണണമെങ്കിൽ അടുത്ത ക്വാർട്ടർ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് അടുത്തോടുകൂടി അല്ലെങ്കിൽ പ്രഖ്യാപിച്ചതിന് ശേഷം ഈ സ്റ്റോക്കുകളിലൊക്കെ മൂവ്മെന്റ് വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ സ്റ്റോക്കുകൾ മിക്കവയും ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ബുധനാഴ്ച പറഞ്ഞ സ്റ്റോക്ക് ഏതായിരുന്നു? ചമൻലാൽ സെട്ടിയ എക്സ്പോർട്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് ആയിരുന്നു. 346 രൂപയ്ക്കായിരുന്നു ആ സ്റ്റോക്ക് ഡിസ്കസ് ചെയ്തിരുന്നത്. ഇപ്പോൾ 349 രൂപയാണ്. കാര്യമായിട്ട് മൂവ്മെന്റ് ഒന്നും വന്നിട്ടില്ല ആ സ്റ്റോക്കിൽ. പിന്നെ സൺഡേ പറഞ്ഞ സ്റ്റോക്ക് ഏതായിരുന്നു? നാഡ്കോ ഫാർമ 1375 രൂപയ്ക്ക് പറഞ്ഞ സ്റ്റോക്ക് 1450 രൂപയ്ക്ക് അടുത്ത് വരെ പോയിട്ടുണ്ട്. അപ്പൊ അതിൽ നല്ലൊരു മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ പറയുന്ന സ്റ്റോക്കുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. അതുകൂടാതെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോയ്ക്ക് കമന്റ് ഇടുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഒന്നും തന്നെ ബൈയിങ് ഓർ സെല്ലിംഗ് റെക്കമെൻഡേഷൻ അല്ല. സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത ചില സ്റ്റോക്കുകൾ മാത്രമാണ്. അതായത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ മാത്രമാണ്. ഉത്തരങ്ങൾ നൽകേണ്ടത് നിങ്ങളാണ്, അതും പഠിച്ചതിന് ശേഷം. ഓക്കെ.
ഈ സ്റ്റോക്കുകളെ കുറിച്ചൊക്കെ പഠിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുപാട് ഡേറ്റാസ് കളക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോകളിൽ നിങ്ങൾക്ക് ഞാനൊരു ആപ്പിനെ പരിചയപ്പെടുത്തിയിരുന്നു. ആപ്പിന്റെ പേരാണ് യൂണിവേസ്റ്റ്. അപ്പോൾ യൂണിവേസ്റ്റ് ആപ്പ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നത് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ മാത്രമല്ല, മറിച്ച് ഒട്ടനവധി സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ഇൻഫർമേഷനും കൂടിയാണ്. ആപ്പ് ഓപ്പൺ ചെയ്തതിനു ശേഷം മോർ എന്ന സെഗ്മെന്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഷാർക്സ് എന്ന ഒരു സെക്ഷൻ കാണാം. ഇവിടെ നിങ്ങൾക്ക് ഇന്ത്യയിലെ ലീഡിംഗ് ഇൻവെസ്റ്റേഴ്സ് ഏതൊക്കെ സ്റ്റോക്കുകളാണ് വാങ്ങിക്കുന്നത്, വിൽക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം. അതിനുശേഷം ഇവിടെ നമുക്ക് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആക്ടിവിറ്റി മനസ്സിലാക്കാം. അവർ ഏതൊക്കെ സ്റ്റോക്കാണ് വാങ്ങിക്കുന്നത്, വിൽക്കുന്നത് ഒക്കെ നമുക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അടുത്ത സെക്ഷനിൽ FISന്റെ ഡേറ്റ അനലൈസ് ചെയ്യാം. FISും FPIസും ഏതൊക്കെ സ്റ്റോക്കുകളാണ് വാങ്ങിക്കുന്നത്, വിൽക്കുന്നത്, അവരുടെ പോർട്ട്ഫോളിയോയിൽ ഏതൊക്കെ സ്റ്റോക്കുകളുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാം. ഇതുകൂടാതെ ഇവര് സ്ക്രീനർ പോലെയുള്ള ടൂൾസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുവഴി നമുക്ക് ഡിഫറെന്റ് കാറ്റഗറി സ്റ്റോക്സ് വളരെ ഈസി ആയിട്ട് തിരഞ്ഞു കണ്ടുപിടിക്കാം. എക്സാമ്പിൾ, ഹൈ ഡിവിഡൻഡ് സ്റ്റോക്സ്, ഫണ്ടമെന്റലി സ്ട്രോങ് സ്റ്റോക്സ്, ലോ ഡെറ്റ് മിഡ് ക്യാപ് കമ്പനീസ്, അങ്ങനെ പല കീവേഡുകളും നിങ്ങൾക്ക് ഉപയോഗിക്കാം. യൂണിവേസ്റ്റ് ആപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ലിങ്ക് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് 7 ദിവസത്തേക്ക് ഈ ആപ്പ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുകൂടാതെ യൂണിയൻ റിസർച്ച് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുകൾ നൽകിയ 5 ഫ്രീ ട്രേഡ് ഐഡിയാസും ലഭിക്കുന്നു. 7 ദിവസത്തിനുള്ളിലെ ഫ്രീ ട്രയൽ സമയത്ത് പെയ്ഡ് വെർഷൻ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ 80% ഡിസ്കൗണ്ട് ലഭിച്ചേക്കാം. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫ്രീ ട്രയൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെയിൽവേ സ്റ്റോക്കാണ്. എല്ലാവർക്കും സുപരിചിതമായ സ്റ്റോക്കാണ്. ഇവർ പ്രധാനമായും മാനുഫാക്ചർ ചെയ്യുന്നത് ഫ്രൈറ്റ് വാഗൺസും പാസഞ്ചർ ട്രെയിൻ കോച്ചസുമാണ്. 1997 ഈ കമ്പനി സ്ഥാപിതമായത്. 93% ബിസിനസ്സും വരുന്നത് ഫ്രൈറ്റ് വാഗൺ ബിസിനസ്സിൽ നിന്നാണ്. ബാക്കി 7% ബിസിനസ് വരുന്നത് പാസഞ്ചർ കോച്ചസിൽ നിന്നും മറ്റുമാണ്. ഏകദേശം 900ഓളം വാഗണാണ് പ്രതിമാസം ഇവർ നിർമ്മിച്ച് വിറ്റഴിക്കുന്നത്. അത് ഏകദേശം 1000 ആവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് മാനേജ്മെന്റ് അവകാശപ്പെടുന്നത്. കമ്പനിക്ക് ഇന്ത്യയിൽ 4 മാനുഫാക്ചറിംഗ് ഫെസിലിറ്റികളുണ്ട്. കമ്പനിയുടെ പേരാണ് കമ്പനിയുടെ പേര് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. കാരണം എന്താ അറിയോ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കമ്പനിയുടെ പേര് പറയുന്ന സമയത്ത് കമ്പനിയുടെ പ്രൊഫൈല് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കൊടുത്തിട്ട് കൂടി ചിലരൊക്കെ ചോദിച്ചു കമ്പനിയുടെ പേരൊന്ന് എഴുതി കാണിക്കുന്നൊക്കെ. കമ്പനിയുടെ പേര് ഓൾറെഡി ആ പ്രൊഫൈലിലുണ്ട്. നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പ്രൊഫൈൽ ഒന്ന് വായിച്ച് നോക്കുകയേ വേണ്ടൂ. 1 മിനിറ്റ് സമയം അതിനെടുക്കുള്ളൂ. അപ്പോൾ അത് വായിച്ച് നോക്കാതെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സ്റ്റോക്ക് ചാടിക്കയറി വാങ്ങിച്ചു കഴിഞ്ഞാൽ നഷ്ടം നിങ്ങളുടേതാണ്. നിങ്ങളൊന്നും പഠിക്കില്ല, എവിടെ എത്തില്ല. അപ്പോൾ ദയവ് ചെയ്ത് സ്റ്റോക്കുകളെ കുറിച്ച് നന്നായി ഒന്ന് പഠിച്ച് മനസ്സിലാക്കൂ. ഞാൻ പറഞ്ഞത് കേട്ട് പോയി വാങ്ങിക്കരുത്. പഠനം, അതാണ് ഇമ്പോർട്ടന്റ്. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒന്നും എവിടെ എത്തില്ല. കുറച്ച് ചെറിയ പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കിയേക്കാം, പക്ഷെ നിങ്ങൾക്ക് ലോങ് റണ്ണിൽ അത് ഒരു ഗുണം ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ പഠിക്കാൻ ശ്രമിക്കുക. ഈ സ്റ്റോക്ക് ഞാൻ ഓൾറെഡി ഒരിക്കൽ ഡിസ്കസ് ചെയ്തതാണ്. ആ സമയത്ത് ഈ സ്റ്റോക്കിന്റെ വില 820 രൂപയായിരുന്നു. ഇപ്പോൾ സ്റ്റോക്കിന്റെ വില 1190 അപ്പോൾ അന്ന് പറഞ്ഞ വിലയിൽ നിന്ന് ഏകദേശം 45% ഓൾറെഡി മുകളിലാണ് ആ സ്റ്റോക്ക്. അത് മാത്രമല്ല ഈ സ്റ്റോക്ക് 1890 ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യുകയുണ്ടായി. ഇപ്പോൾ 1190 അപ്പോൾ 40% ഡിസ്കൗണ്ടിലാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റോക്ക് വീണ്ടും വാച്ച് ലിസ്റ്റിലേക്ക് ഇട്ടിട്ട് വാച്ച് ചെയ്യാനുള്ള സമയമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണങ്ങൾ പലതാണ്. ഒരു കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, 1890 വരെ പോയ സ്റ്റോക്ക് ഇപ്പോൾ 1190 കിട്ടുന്നത്. ഏകദേശം 40% ഡിസ്കൗണ്ടിലാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. രണ്ടാമത്തെ കാരണം എന്താ വെച്ചാൽ റെയിൽവേ സ്റ്റോറി ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇനിയും റെയിൽവേ സ്റ്റോക്കുകളിലൊക്കെ ഗ്രോത്ത് വരാനിരിക്കുന്നേ ഉള്ളൂ. ഒരുപാട് മോഡേണൈസേഷൻ പ്രോജക്റ്റുകളൊക്കെ വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ റെയിൽവേയിൽ. പിന്നെ ബഡ്ജറ്റ് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബഡ്ജറ്റിൽ റെയിൽവേക്കുള്ള ചില പോസിറ്റീവ് അനൗൺസ്മെന്റുകളൊക്കെ വന്നേക്കാം. അതുകൂടാതെ സെക്കൻഡ് ക്വാർട്ടർ റിസൾട്ട് നല്ല റിസൾട്ട് ആയിരുന്നു, മോശമായിട്ടുള്ള റിസൾട്ട് ആയിരുന്നില്ല, അത്യാവശ്യം നല്ല റിസൾട്ട് ആയിരുന്നു. 14,560 കോടിയുടെ ഓർഡർ ബുക്ക് ഉണ്ട് കമ്പനിക്ക്. ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിനുകളുടെയൊക്കെ പോപ്പുലാരിറ്റി കമ്പനിക്ക് വളരെയധികം ഗുണം ചെയ്തേക്കാം. കാരണം ഇവർക്കുള്ള കോച്ചുകൾ സപ്ലൈ ചെയ്യുന്ന കമ്പനികളിൽ ഒന്നാണ് ഈ കമ്പനി. പിന്നെ സ്റ്റഡി ആയിട്ടുള്ള സെയിൽസ് ഗ്രോത്ത് കാണപ്പെടുന്നുണ്ട്. 4 വർഷത്തിനുള്ളിൽ സെയിൽസ് 1,520 കോടിയിൽ നിന്ന് 3,853 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. 18 കോടിയിൽ ലോസിൽ നിന്ന് 291 കോടി പ്രോഫിറ്റ് ആയിട്ടും 4 വർഷത്തിനുള്ളിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചിട്ടുണ്ട്. 5 വർഷത്തെ CAGR എടുത്ത് നോക്കിയാലും സെയിൽസ് 20% സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് 84% CAGR ഗ്രോത്തുമാണ് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കമ്പനി കാഴ്ചവെച്ചിട്ടുള്ളത്. സ്റ്റോക്കിൽ വീണ്ടും ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സ്റ്റോക്കിന്റെ പേരാണ് ടിറ്റാഗർ റെയിൽ സിസ്റ്റം. സ്റ്റോക്കിന്റെ പേര് ഒരിക്കൽ കൂടി പറയാം, ടിറ്റാഗർ റെയിൽ സിസ്റ്റം. ഓക്കെ,
സ്റ്റോക്കിൽ കുറച്ച് നെഗറ്റീവ് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. നെഗറ്റീവ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? പ്രൊമോട്ടേഴ്സ് അവരുടെ ഹോൾഡിംഗ് കഴിഞ്ഞ ഒരു വർഷത്തിൽ 44.97% നിന്ന് 40.46% കുറച്ചിട്ടുണ്ട്. FIIs അവരുടെ ലാസ്റ്റ് ക്വാർട്ടറിൽ ഹോൾഡിംഗ് കുറച്ചിട്ടുണ്ട്. HSBC ഒരാഴ്ച മുമ്പ് ഈ സ്റ്റോക്കിന്റെ ടാർഗറ്റ് പ്രൈസ് വെട്ടി കുറച്ചിട്ടുണ്ട്. 1425 അവര് ടാർഗറ്റ് കുറച്ചിട്ടുള്ളത്. പ്രൊജക്ട് എക്സിക്യൂഷൻ ഡിലേസ് ഒക്കെ ഈ സ്റ്റോക്കിന്റെ പ്രോഫിറ്റബിലിറ്റി സാരമായി ബാധിച്ചേക്കാം. ഈ സ്റ്റോക്കിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ് 16,026 കോടി. PE 52.7 സെക്ടർ PE 46.3, ROC 25 ROE നോക്കിയാൽ 18.1, ഏർണിംഗ് പെർ ഷെയർ 21.2 ഈ സ്റ്റോക്ക് ഞാൻ സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് എന്റെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തേക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.